ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പീതാംബരം കരവിരാജിത ചക്രശൃംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരം ദഹാസം പാദാരകേശമവിശം പ്രതിഭാവയാമി. ശ്രീവാസുദേവമനിശം പ്രതിഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി. ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ ചോറ്റാനിക്രമേ ശരണം. എല്ലാ ഭാഗ്യവാന്മാരായിരിക്കുന്ന ഭാഗവത പ്രിയന്മാരായിരിക്കുന്ന സജ്ജനങ്ങൾക്കും പുനീതമായ നമസ്കാരം. ഇവിടെ കേശവേട്ടൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ് ഈ ഒരു സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ട് തീർന്നത്. എല്ലാ ഗുരുനാഥന്മാരെയും വേണം നമസ്കരിച്ചുകൊണ്ട് ചോറ്റാനിക്കരമ്മയുടെ ആ ശ്രീപാദത്തിൽ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം ഭാഗവതത്തെ അനുസ്മരിക്കാൻ വലിയൊരു ഭാഗ്യം, വലിയൊരു പുണ്യ സമയത്ത് ലഭിച്ചത് തന്നെ. അത് കേൾക്കാനും പറയാനും സാധിക്കരുത്. അതിൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ്. ആ ഗുരുപാദാരങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്കിവിടെ കുറച്ചു നേരം കഥാഭാഗങ്ങളെ ചിന്തിക്കാം. രാധാകൃഷ്ണ പ്രേമ സ്വരൂപമാണ് ഭാഗവതം. ആ രാധാകൃഷ്ണ പ്രേമത്തിൻ്റെ മനോഹരമായിരിക്കുന്ന കീർത്തനം ഒട്ടൂര് ഭൂരിപ്പാടിൻ്റെ ആ രാധാമാധവൻ എന്നുള്ള കൃതി ആ ഒരു കീർത്തനം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മാധവനേരുളിൽ നടക്കുന്ന രാധയൊന്നറിയാതെ ചവിട്ടിപ്പോയി. പെട്ടെന്നങ്ങോ പരിഭ്രമം പൂണ്ടവൾ തൊട്ടുമൂധാവിൽ വച്ചു ഭഗവാനെ. മാധവനെ ഇരുളിൽ നടക്കുന്ന രാധയൊന്നറിയാതെ ചവിട്ടിപ്പോയി. പെട്ടെന്നങ്ങോ പരിഭ്രമം പൂണ്ടവൾ തൊട്ടുമൂർധാവിൽ വച്ചു ഭഗവാനെ. രാധികൻ പ്രവൃത്തി കണ്ടിത്തിരിയാദിയോടെ മുകുന്ദനരുൾ ചെയ്തു. എന്തു സാഹസമാണു നീ ചെയ്തതു അന്ത കഷ്ടമെൻ ജീവിത നായികേ. അപ്രതീക്ഷിതമാകുമീ വാക്കു കേട്ടൽപമമ്പരൻ നന്ദന ചോദിച്ചാൾ. തൊട്ടുമൂർധാവിൽ വച്ച ഞാനിങ്ങനെ തെറ്റുകാരത്തിയായെന്നറിഞ്ഞില്ല. ഈശ്വരനെ ചവിട്ടുന്നവരല്ലേ ശാശ്വതമായി നരകത്തിൽ വീഴുവോ.
പ്രേയസിയുടെ മുൻചൊന്നതായൊരു ന്യായമേറും കളമൊഴി കേൾക്കവേ നിത്യസംഫുല്ലമാകും മുഖാംബുജം അത്യധികമാതിയാൽ നാനമായി ഓമനാളെ അകർവചനീയമാം പ്രേമമാധവമോടെ തിരുമാറിൽ ചേർത്തു പുൽകേട്ടു ബാഷ്പമാം മുത്തുകൾ ചാർത്തി നാരീകുജകുങ്കുമങ്ങളിൽ വൽകുവായി നെടുവീർപ്പിട്ടുകൊണ്ടേവം ഗദ്ഗദത്തിലുരച്ചാങ്കദാഗ്രജൻ കഷ്ടമെൻ സഖീരാധേയും നീയൊട്ടുമെന്നെ മനസ്സിലാക്കിയില്ലയോ വാസ്തവത്തിൽ നരകാദികളുടെ വാർത്തയൊന്നും എനിക്കു തിരിയില്ല കഷ്ടമെൻ സഖീരാധേയും നീ ഒട്ടുമെന്നെ മനസ്സിലാക്കിയല്ലോ വാസ്തവത്തിൽ നരകാദികളുടെ വാർത്തയൊന്നും എനിക്കു തിരിയില്ല പ്രേമമെന്ന രണ്ടക്ഷരം മാത്രമെൻ കോമളമാം മനസ്സിനറിഞ്ഞിടാം പ്രേമമെന്ന രണ്ടക്ഷരം മാത്രമെൻ കോമളമാം മനസ്സിനറിഞ്ഞിടാം ആട്ടെ ഞാനൊരു കാര്യം ഭവതിയോടിഷ്ട സോദരി ചോദിച്ചിടട്ടെയോ നിന്റെ ഈ ഇടം കാൽ കൊണ്ടു നീ തന്നെ മറ്റേ കാലിൽ നേടുന്നു ചവിട്ടിയാൽ പാപം തീരുവാൻ വേണ്ടി നീ ദക്ഷിണപാദം തൊട്ടു തലയിൽ വയ്ക്കാറുണ്ടോ ആയതോ പതിവില്ലെങ്കിലെന്നോടു നീ ഇതേ വിധം ചെയ്തതോ കഷ്ടമായി നിന്നോടു നീ പെരുമാറിടും വിധം എന്നോടും പെരുമാറുന്നതാണിഷ്ടം രണ്ടിച്ചുള്ളൊരു നിന്റെ പെരുമാറ്റം ഒന്നിച്ചു ചേർന്നിരുന്നൊരൻ ജീവനെ ഖണ്ഡിച്ച പോലെ വല്ലാത്ത വേദന തോന്നിച്ചു നെഞ്ചിലെന്നു ധരിക്കണി രണ്ടിച്ചുള്ളൊരു നിന്റെ പെരുമാറ്റം ഒന്നിച്ചു ചേർന്നിരുന്നൊരൻ ജീവനെ ഖണ്ഡിച്ച പോലെ വല്ലാത്ത വേദന തോന്നിച്ചു നെഞ്ചിലെന്നു ധരിക്കണി നമ്മൾ തമ്മിൽ കടുകോളാന്തരം നിർമ്മിച്ചിടുന്ന വേദനകളേതൊന്നും പാർത്തിടുന്നതെനിക്കതിരണ്ടമാം വാസ്തവത്തിൽ നാം രണ്ടാളുമൊന്നല്ലോ നമ്മൾ തമ്മിൽ കടുകോളമന്തരം നിർമ്മിച്ചിടുന്ന വേദനകളേതൊന്നും പാർത്തിടുന്നതെനിക്കതിദണ്ഡമാം വാസ്തവത്തിൽ നാം രണ്ടാളും നല്ലോ മാധവൻ തന്നെയല്ലയോ രാധിക രാധിക തന്നെയല്ലയോ മാധവൻ മാധവൻ തന്നെയല്ലയോ രാധിക രാധിക തന്നെയല്ലയോ മാധവൻ മാധവൻ തന്നെയല്ലയോ രാധിക രാധിക തന്നെയല്ലയോ മാധവൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം 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 ഒരു പ്രേമഭാവം മൂന്നക്ഷരം നരകം എന്ന് പറയുന്നത് ഭാഗവതം സ്വീകരിച്ചാൽ ഈ മൂന്നക്ഷരങ്ങളൊന്നുമില്ല എല്ലാം മൂന്നക്ഷരമാണ് അങ്ങനെ നോക്കുമ്പോൾ ജനനം മരണം
പിന്നെ വിശപ്പ്, പിന്നെ എന്തൊക്കെ പറയും, കുറേ മൂന്നക്ഷരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ രണ്ടക്ഷരം കണ്ടെത്തുന്നില്ല. രണ്ട് കഴിഞ്ഞാൽ മൂന്നാം പോലും മറക്കുന്നുണ്ട് അല്ലേ? ഭാഗവതവും അതുപോലെ ഗുരുനാഥന്മാരൊക്കെ പറയുന്നത് ഈ രണ്ടിൽ നിന്നാൽ മതി, മൂന്നിലേക്ക് പോണ്ട അല്ലേ? രണ്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ സത്യം പരം. ഭാഗവതാദ്യം പറഞ്ഞു സത്യം എന്ന് പറഞ്ഞാൽ രണ്ട് അക്ഷരത്തിൽ കഴിഞ്ഞു, പരം രണ്ടക്ഷരം. ആ പരം എന്ന് പറയുന്നത് ഗുരുനാഥന്മാർ പറയുന്നു പ്രേമം തന്നെയാണ്. പ്രേമത്തോടുകൂടി ആ ശ്രീകൃഷ്ണനിലേക്കുള്ള ഭാവത്തെ സമർപ്പിക്കുക. രാധാ കൃഷ്ണ പ്രേമഭാവം ഹൃദയത്തിൽ നിറയുക എന്നത് തന്നെയാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. അതാണ് പ്രത്യക്ഷ രാധാകൃഷ്ണ സ്വരൂപമാണ് ഭാഗവതം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുനാഥൻ. ഭാഗവതം നോക്കിയാൽ കൃഷ്ണനെ കാണാം, രാധാദേവിയെയും കാണാം. രാധാദേവിയെ ഹൃദയത്തിൽ നിറയ്ക്കാം. കാരണം ആ ഭഗവാനിലേക്കുള്ള പ്രേമത്തിന്റെ പൂർണ്ണതയാണ് ആര്? ഭഗവാനിലേക്കുള്ള പ്രേമത്തിന്റെ പൂർണ്ണതയാണ് രാധ എന്ന് പറയുന്നത്. ഭഗവാനിലേക്കുള്ള ആ പ്രേമ ഭാവം അതാണ് ഓരോ കഥകളിലും. പ്രഥമസ്കന്ധം മുതൽ തുടങ്ങി അഷ്ടമസ്കന്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അഷ്ടമസ്കന്ധം ഉപനിഷത്താണ് എന്നാണ് പറയുന്നത് ഗുരുനാഥന്മാരെ. നമുക്ക് ഈ ഗുരുനാഥന്മാർ പറഞ്ഞത് പറയാം. എങ്ങനെയാ ഉപനിഷത്താവണ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഉള്ളിൽ ആ ഉപനിഷത് ഭാവം നടത്തുമ്പോഴാണ് ഉപനിഷത്തായിട്ട് വരുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ച സംഗതിയല്ല ശരി. എന്താ ഉപനിഷത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കലാണ് ഉപനിഷത്ത് അല്ലേ? ഇപ്പൊ ഭഗവാനോട് ചേർന്നിരിക്കണം എന്നിങ്ങനെ എഴുതല്, അതാ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ. അഷ്ടമസ്കന്ധം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെ? ആത്മാവാസ്യമിതം സർവം യൽ കിഞ്ചിൽ ജഗത്യാം ജഗത്തേന പിത്രേന പുഞ്ചീതാത്മാകൃത അസ്യസ്യ ധനം. ഇത് ആത്മാവാസ്യമിതം എന്ന് ഭാഗവതത്തിലാണെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് അല്ലേ? ആ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വരും ഈശാവാസ്യമിതം സർവം. ഭാഗവതത്തില് ആത്മാവാസ്യമിതം. വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല, ഒന്നിലും വ്യത്യാസമില്ല. അതാണ് നമ്മുടെ ലോകത്തിൽ പലപ്പോഴും ഈ വ്യത്യാസങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമ്മളൊക്കെ വേറെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാനാണ് ആൾക്കാർ ശ്രമിക്കുക അല്ലേ? എല്ലാവരും വേറെ വേറെ എന്തെങ്കിലും ഉറപ്പിക്കാൻ. കാരണം എന്താ? ഭാഗം ഉൾപ്പെട്ടിയില്ലെങ്കിൽ അല്ലേ? കുടുംബത്തിലുള്ള ആൾക്കാർ പോലെ എന്ത് ചെയ്യും? വേറെ കേട്ടോ, അയാൾക്ക് ഞാൻ ഭാഗമൊന്നും നോക്കില്ല, അതാ നോക്കിട്ടാ ഞാൻ കുഴിക്ക് പോകുമ്പോൾ അതൊന്നും വേണ്ടേ, ആ കുഴിയുടെ ഭാഗമായിട്ട് തീരും എല്ലാവരും. ആലോചിച്ചു പോകും. എല്ലാവരും കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും നമുക്ക് കാണാൻ എന്ത് ചെയ്യുന്നു? വേറെ 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 ആവാനായിട്ട് ശ്രമിക്കും. എവിടെയോ ജനിച്ചു അല്ലേ? കുറച്ചു കാലം ജീവിക്കുന്നു, അത് കഴിഞ്ഞാൽ കഴിയുകയും. അതിനിടയ്ക്കാണ് ഈ വേർപ്പെടുത്തലുകളാണ് അദ്ദേഹം കാണാൻ സാധിക്കുക. ഭാഗവതം പറയാണ് കഴിയുന്നതും ഉപനിഷത്തിലെ ചേർന്നിരിക്കുക. ഓരോ നിമിഷവും ചേർന്നിരിക്കാനാണ് ഭാഗവതം പ്രത്യേകിച്ചും അഷ്ടമസ്കന്ധത്തിലൂടെ നമുക്ക് പറഞ്ഞത്. ഇപ്പോഴാണ് ഉപനിഷത്താവുക. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർന്ന് ഉപ എന്നുള്ളത് സമീപ എന്നുള്ളതാണ്. ഏറ്റവും ഭഗവാനോട് ചേർന്നിരിക്കുക, എല്ലാവരെയും ഭഗവാനായിട്ട് കാണുക. അതാണ് ഈശാവാസ്യമിതം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈശ്വര സ്വരൂപമാണ്, സംശയമില്ല. അതിന് സംശയം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നും പറഞ്ഞത്. എല്ലാവരെയും ഈശ്വരനായിട്ട് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷമൊന്നും ഒരു സാധനം കൊടുത്താലോ കിട്ടിയാലോ ഉണ്ടാവില്ല. ഉണ്ടാവോ? കൊടുത്താൽ പ്രശ്നം, കിട്ടിയാൽ പ്രശ്നം അല്ലേ? അപ്പൊ നമ്മൾ ഒരാൾക്ക് വല്ലതും കൊടുത്താൽ അത് പ്രശ്നം, പലതും വാങ്ങിയാൽ അത് ഏറെ പ്രശ്നം. എന്നാ നേരെ തിരിച്ച് ഭാഗവതം പറയുന്നത് ഈ കൊടുക്കൽ വാങ്ങലൊക്കെ ഇവിടെ കഴിഞ്ഞോട്ടെ, പക്ഷെ എല്ലാവരെയും ഒന്നായിട്ട് കാണുന്ന ഭാവമാണ്. അതാണ് ഈശാവാസ്യമിതം ആത്മാവാസ്യമിതം എന്ന് ഭാഗവതം അഷ്ടമസ്കന്ധ ആരംഭത്തിൽ പറഞ്ഞിട്ടാണ് ആ കഥകളിലൂടെ ഭഗവാനിൽ നിന്ന് അന്യമല്ല ഒന്നും എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് നാരായണ അഖിലോ ഭഗവൻ നമസ്തേ. അങ്ങനെ ആ ഗജേന്ദ്രൻ ശ്രീഗുരുവായൂരപ്പന്റെ പദാരങ്ങളിലേക്ക് എന്നും ഭഗവാന്റെ കൈകളിൽ
അല്ലെ വിരാശിക്കുന്നതായിട്ടുള്ള താമരപ്പൂവായിക്കൊണ്ട് മാറി ആര്? ഗജേന്ദ്രൻ. ഭഗവാൻ തന്നെ പറഞ്ഞു ആ താമരപ്പൂവിനെ സ്മരിച്ചാൽ മതി. കാരണം എന്താ? അത് ഗജേന്ദ്രൻ തന്നെയാണ്. ഗജേന്ദ്രൻ മാത്രമല്ല, നമ്മളൊക്കെ ആ താമരപ്പൂ തന്നെയാണ്. അല്ലെ ആ ഭഗവാന്റെ കൈകളിലെ ആ താമരപ്പൂവായിട്ട് മാറണം നമ്മുടെ ഹൃദയം. ഹിരണ്യകശിപുവിന്റെ പോലും ഉള്ളിൽ നിന്ന് ആ ഹൃദയത്തെ പറിച്ചെടുക്കുമ്പോ അല്ലെ ആ താമരപ്പൂവ് എടുത്തു എന്നാണ് അല്ലെ എന്നല്ലേ പറയുന്നത്? നഖാങ്കുര ഉൽപാടിത സരോരുഹം, ഹൃദയമാകുന്ന ആ താമരപ്പൂവിനെ എടുത്തു ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ. അല്ലാതെ അവിടെ ബോംബൊന്നല്ല വെച്ചത്. ഇന്നിപ്പോ ആൾക്കാർ ഒതുങ്ങിക്കൊണ്ട് കിടന്നാല ബോംബാണെന്ന് നമ്മൾ കണ്ടു കേൾക്കുന്നത്. പോട്ടെ, എന്തായാലും ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ നിന്ന് പോലും ഭഗവാൻ സ്വീകരിച്ചത് എന്താണ്? ഗജേന്ദ്രനും അതെ ആ പ്രേമസ്വരൂപമായിട്ടുള്ള താമരപ്പൂവിനെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചതായിട്ടുള്ള ഗജേന്ദ്രമോക്ഷവും. പിന്നീട് അതിമനോഹരമായിരിക്കുന്ന അടുത്ത കഥയായിക്കൊണ്ട് അടുത്ത മന്വന്തരത്തിലെ ഓരോ മന്വന്തരങ്ങളിലെ കഥ പറയുന്ന രീതിയിലാണല്ലോ ഭാഗവതം പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കഥകളാണ് അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മളെ തന്നെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള കഥകളാണൊക്കെ. പാലാഴിമഥനം എല്ലാവർക്കും എത്രയോ തവണ കേട്ടതായിട്ടുള്ള കഥയാണ് പാലാഴിമഥനം എന്നുള്ളത്. അല്ലേ? ചെറിയ കുട്ടികൾക്കടക്കം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കഥയുമാണ്. കുട്ടികൾക്കടക്കം ഇന്നിപ്പോ പറഞ്ഞു കൊടുക്കണ്ടോ ഇല്ലയോ എന്ന് വിഷയമില്ല. എന്തായാലും ഒന്നും സമയമില്ല. ആൾക്കാർക്ക് മൊബൈൽ നോക്കി തല എടുക്കാൻ സമയമില്ല. പിന്നല്ലേ അവസാനം അവനോട് തല പോയാലും മൊബൈലില്ല തല മൊബൈലിൽ കിടക്കും. ഒന്ന് മാറിയിട്ട് വേണ്ടേ? പോട്ടെ. അപ്പോ ചെറിയ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥയാണ് ഇത്. ധാരാളം മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കുട്ടിക്കഥയായിട്ട് പറയാവുന്നതുമാണ്. എന്നാൽ അല്ലേ അമൃതത്വമായ മാംഭജ എന്നുള്ള ഭഗവാന്റെ ആ വാക്ക്, അതാണല്ലോ അമൃതമഥനം എന്നാണ് പറയുക. പാലാഴിമഥനം എന്ന് പറയും. പാലാഴിമഥനം എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് പറയും? അമൃത മഥനം. അതെന്താ? അത് അമൃതനായിട്ടായിരുന്നില്ല, അമൃതനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് പാലാഴിമഥനം ഉണ്ടായത്. എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് ദേവന്മാരുടെ വലിയൊരു വ്യവസ്ഥ. ജീവിതത്തിൽ ആർക്കും ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. അല്ലേ? ആണല്ലേ? കേൾക്കുന്നില്ലേ? ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ആർക്കും ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. എന്താ? എല്ലാം നഷ്ടപ്പെടും, യാതൊരു സംശയവും. പക്ഷേ ഭഗവാനെ നഷ്ടപ്പെടില്ല. അത് നമുക്ക് കാണിച്ചു തരും. അതാണ് അജിതനായിരിക്കുന്ന ഭഗവാൻ വന്ന് ഞാനുണ്ട് കൂടെ എന്ന് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഭാവം ദുർവാസാവിന്റെ ശാപം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയാ. അതൊക്കെ ദുർവാസാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കും. അതായത് സംശയമില്ല. കാരണം എന്താ? ദുർവാസാവ് കാരണമല്ല ഐശ്വര്യം നഷ്ടപ്പെട്ടത്. പിന്നെന്താ? ദേവേന്ദ്രന്റെ കയ്യിലിരിപ്പ് കാരണം നഷ്ടപ്പെട്ടതാ. നമ്മുടെ കുറ്റങ്ങളും കൂടെ എവിടേക്ക് ചാരും. അല്ലെ? ചെറിയൊരു കുട്ടി നടക്കുന്ന സമയത്ത് തട്ടി വീണാൽ അത് നിലത്തടിക്കാം. അല്ലേ? ചെറിയ കുട്ടി ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് ആദ്യത്തെ അപകടത്തെ കാണിക്കുന്നതാണ്. ആ നിലത്തെ വീഴുന്നതിന് പകരം ഒരു അടി കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഴില്ല. എന്നാൽ നേരെ തിരിച്ചോ? ആ കാലം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിലത്തടിച്ചത് മുതൽ തുടങ്ങി എന്ത്? മറ്റുള്ളവരിലേക്ക് ആരോപണം. അപ്പൊ നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അങ്ങോട്ട് അല്ലേ ആരോപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദുർവാസാവ് വന്നു. ദുർവാസാവ് മഹർഷിയുടെ വലിയൊരു അനുഗ്രഹമാണ് സത്യത്തിൽ ദേവേന്ദ്രന് ലഭിക്കുകയുണ്ടായത്. ദേവി ഭാഗവതത്തിലൂടെ ഇതുപോലെ ഒരു കഥ. അങ്ങനെയാണ് ദക്ഷന്റെ കഥയിലേക്കും ദക്ഷൻ കാണിച്ച അപകടങ്ങളിലേക്കൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞ പോലെയല്ല ദക്ഷയാഗം അത് കഴിഞ്ഞുള്ള കഥകളിലേക്കും അങ്ങനെ കിടക്കാം. ദുർവാസാവിന്റെ കൈകളിൽ നിന്ന് മഹാത്മപ്രസുന്ദരിയായിരിക്കുന്ന ജഗദംബികയുടെ ആ പ്രസാദമായിട്ട് കിട്ടിയതായിട്ടുള്ള മാല ദക്ഷിണ കൊടുക്കുന്നൊരു കഥയാണ് ദേവി ഭാഗവതത്തിൽ നമുക്ക് കാണാം. ഇവിടെ പാലാഴിമഥനത്തിന് കാരണമായിട്ടുള്ള കഥ തന്നെയാണല്ലോ അല്ലെ? ദുർവാസാവിന്റെ കയ്യിൽ നിന്ന് അതിവിശിഷ്ടമായിരിക്കുന്ന ആ പാരിജാത പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല ആർക്ക് ലഭിച്ചു? ദേവേന്ദ്രൻ. ദുർവാസാവ് വളരെ സന്തോഷമായിട്ട് കൊടുത്തു. അല്ലേ? എന്നിട്ട് ആ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന വസ്തുവിനെ
നിന്ദിക്കാൻ ഇടവരും. അതോടുകൂടിയിട്ടാണ് എന്താണത് എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെടുത്താനുള്ളൊരു ശാപവും. എന്തുകൊണ്ടാണ് ദുർവാസാവ് ശപിക്കാൻ ഇടവന്നത്? ദേവേന്ദ്രന്റെ ഉള്ളിലുള്ള, അതാണ് ഗുരുനാഥന്മാര് എവിടെയൊക്കെ ശാപവാക്കുകളുണ്ട് അവിടെയൊക്കെ ഉള്ളിലുള്ള ആ അല്ലേ കുഴപ്പങ്ങളൊക്കെ, ദേവേന്ദ്രന്റെ ഉള്ളിലുള്ള ആ കാമക്രോധാദി ഭാവങ്ങള്, മത്സരബുദ്ധികള്, ഭേദബുദ്ധികള്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ദുർവാസാവ് ശപിക്കുന്നത്. അല്ലാതെ തന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മാലയെ വിളിച്ചുകൊണ്ട് കേൾക്കുന്നല്ല ശരിക്കും. ഭാഗവതത്തിൽ നമുക്ക് 1-2 സ്ഥലത്ത് കാണും ചെയ്യാം. ഇന്ദ്ര അല്ലേ ത്രിഭുവന ഐശ്വര്യം അതോല്ലംഘിത സൽപത, കേൾക്കാം. 6-ാം സംഭവത്തിൽ കേൾക്കുന്നതാണ് നമ്മൾ അല്ലേ. 3 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യം കയ്യിലാണ് കിട്ടിയവർക്ക് എന്തായി? മതോല്ലംഘിത സൽപഥനായിട്ട് വരുന്ന ദേവേന്ദ്രന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആ ദേവേന്ദ്രന് സംഭവിച്ചതായിട്ടുള്ള അവസ്ഥയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കും ഇത് സംഭവിക്കാം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ അല്ലേ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കാം. അപ്പൊ അതിനെ ആരാണ് അല്ലേ ജയിക്കേണ്ടതാരാ? അതിനെ ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ ആ ദോഷങ്ങള്, ആ ദുരിതങ്ങൾ ഇല്ലാതെയാക്കാൻ അതിനാരും ശ്രമിക്കേണ്ടതുണ്ട്? നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ മറ്റൊരാളിലേക്ക് ആരോപിക്കല്ല വേണ്ടത്. പിന്നെ എവിടേക്ക് നോക്കണം? അവനവന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് വേണ്ടത്. പക്ഷേ ദേവേന്ദ്രനോടൊപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? ദേവേന്ദ്രൻ മുട്ടച്ചുക്കാതി എണ്ണയൊക്കെ ആയിട്ട് നടക്കുകയാണ്, കയ്യും കാലം കടഞ്ഞിട്ട് വയ്യാണ്. അങ്ങനെയുള്ള ആളോടാണ് പാലാഴി കടയാൻ പറയുന്നത്. ഇയാളെന്നെ കടഞ്ഞിട്ട് കയ്യും കാലം കടഞ്ഞു വയ്യാന്ന് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ. എന്തായാലും ആ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള ദേവേന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിച്ചേരും. ബ്രഹ്മാവിന് പോലും സാധിക്കുന്നതല്ല. കാരണം ഇവിടെ അല്ലേ അമൃതാണ് ലഭിക്കേണ്ടത്. ബ്രഹ്മാവ് കേട്ടിട്ടേ ഉള്ളൂ എന്ത് അങ്ങനൊരു സാധനം ഉണ്ട്. ഏത് സാധനം? അമൃതം എന്നൊരു സാധനം ഉണ്ടെന്ന് പറയും. ഹിരണ്യകശിപു കുറച്ച് ചോദിച്ചു, അല്ലേ ഇല്ലാവുള്ളൂ. ഹിരണ്യകശിപു ചോദിച്ചില്ലേ, ഇവരാണ് വലിയൊരു ലിസ്റ്റ്, രാത്രി മരിക്കുന്നത്, പകൽ മരിക്കുന്നത്, അകത്ത് മരിക്കുന്നത്, പുറത്ത്, ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റ്. എന്താ കാരണം? ബ്രഹ്മാവിന് പോലും കൊടുക്കാൻ പറ്റാത്തതാണ് ഇത് അമൃതാവസ്ഥ എന്നുള്ളത്. എന്നാൽ ആ അമൃതത്വത്തിനായതുകൊണ്ട് തന്നെയാണ് ഭഗവാനിലേക്ക് ദേവേന്ദ്രാദികൾ എത്തിച്ചേരും. ദേവേന്ദ്രാദികളുടെ പ്രാർത്ഥന അനുസരിച്ച് ഭഗവാൻ തന്നെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ശ്ലോകങ്ങളെ കൊണ്ടാണ് ബ്രഹ്മസ്വരൂപം, ബ്രഹ്മഭാവത്തോടുകൂടി അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അവിടെ ഭഗവാനെ ചെയ്യുന്നത്. ആ ഭഗവാൻ ദേവേന്ദ്രാദികളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് തയ്യാറാവുന്നു. ദേവേന്ദ്രാദികളോട് പറഞ്ഞു, നിങ്ങള് ആസുരന്മാരെ കൂടി ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക? പാലാഴി മഥനം ചെയ്യാൻ. അവിടെ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? എല്ലാവരും ഒന്നായിട്ട് തീരണം എന്നുള്ളതാണ്. എല്ലാവരെയും ഐക്യമാക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ പാലാഴിയിലേക്ക് എത്തിച്ചേരും. ഭഗവാൻ തന്നെ മന്ദരാചലത്തെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഭഗവാൻ തന്നെ വാസുകിയെ കൊണ്ടുവന്ന്, ഇങ്ങനെയെല്ലാം ഭഗവാൻ തന്നെ ചെയ്യുന്നു. ഇവർക്കിങ്ങനെ കണ്ടുകൊടുക്കുക തന്നെ കാരണം. ഒന്നാമത് ദേവന്മാര് നിസ്സഹായരായിട്ട് നിൽക്കുന്നു. അസുരന്മാരുമുണ്ട്, ബലിയുടെ നേതൃത്വത്തിൽ അസുരന്മാര്. ഇനി അതിഗംഭീരമായിട്ടുള്ള ആ പാലാഴി മഥനം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആരംഭിക്കുമ്പോഴും അവിടെയും ഉണ്ടായതായിട്ടുള്ള ഒരു വിഘ്നം. ആ വിഘ്നത്തിൽ നിന്ന് ഭഗവാൻ തന്നെ സർവ വിഘ്നഹരനായിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ടും ആ പാലാഴിയിലേക്ക് താണുപോയതായിട്ടുള്ള മന്ദരാചലത്തെ കൂർമാവതാര സ്വരൂപമായി കൊണ്ട് ധരിക്കുന്ന അതിഗംഭീരമായിരിക്കുന്ന അവതാര സ്വരൂപം അല്ലേ. കൂർമാവതാരം നമ്മളെ ആദ്യം തന്നെ ബോധിപ്പിക്കുന്നത് താണുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിനെ അതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടുവരുന്ന വേണം. ഉപാസനയിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. ആ ഉപാസനയാണ് കൂർമാവതാര സ്വരൂപനായ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് ചേർത്തുകൊണ്ട്, ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പുറമേക്ക് ഇരിക്കുന്നതായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് ചേർത്ത് അവനവനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള ആ സന്ദേശത്തെ, ആ മന്ദനാചലത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള കൂർമാവതാരമൂർത്തി, കൂർമ്മ സ്വരൂപം തന്നെ അതിനുവേണ്ടിയാണ് സ്വീകരിക്കലുണ്ടായത്. വലിയൊരു ദ്വീപ് പോലെ ശോഭിച്ചതായിട്ട് ഭഗവാന്റെ ആ കൂർമാവതാരം, ഭഗവാന്റെ ആ പുറത്തോട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് മന്ദരാചലം ഉയർന്നു. എല്ലാവർക്കും വലിയ സമാധാനമായി. ഇനി
ദേവന്മാരൊക്കെ ആ പൂർണ്ണാവതാര സ്വരൂപനായിരിക്കുന്ന ഭഗവാനെയും വേണ്ട പോലെ വന്ദിച്ചു. അപ്പോഴും വേണ്ട പോലെ ആ പാലാഴമഥനം നടക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ളിലും അതിനു വേണ്ടതായിട്ടുള്ള ശക്തി സ്വരൂപമായിരുന്നു ഭഗവാൻ പ്രവേശിക്കലുണ്ടായി. അതിഭയങ്കരമായിട്ടുള്ള വിശ്വജ്വാല കൊണ്ട് മോഹിച്ചു വീണതായിട്ടുള്ള അസുരന്മാരെ ഭഗവാൻ അമൃതവർഷത്തോടുകൂടി ഇതാ എഴുന്നേൽപ്പിക്കലുണ്ടായി. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുക എന്ന് തന്നെയാണ് ഭഗവാന്റെ ലക്ഷ്യം. അവിടെ നമുക്ക് കാണിച്ചതാണ് ഒരാളെ പോലും അല്ലേ ഭേദബുദ്ധിയോടുകൂടി കാണാത്തതായിട്ടുള്ള അവസ്ഥ. മാത്രമല്ല ആ ഭേദബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയോട് കൂടിയിട്ടാണ് അജിതനായിക്കൊണ്ട്. ഭേദബുദ്ധി ഇല്ലാതെയായി കഴിഞ്ഞാൽ ഒരാളും ആ ഭേദബുദ്ധി ഇല്ലാത്ത അല്ലെ ആ ഈശ്വരതുല്യമായിരിക്കുന്ന മഹത്വത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാളെ അല്ലെ ഇല്ലാതെയാകാൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ, ജയിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നതല്ല. ഇതാണ് അജിതാവതാര സ്വരൂപനായിക്കൊണ്ട് മേഘശ്യാമ കനകപരിധി അതിഗംഭീരമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടി ഭഗവാൻ ആ ദേവാസുരന്മാരുടെ മധ്യത്തിലായിക്കൊണ്ട് വന്ദനാചരണത്തെ സ്വന്തം കൈകളെ കൊണ്ട് മഥനം ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ ഇതാണ് അജിത സ്വരൂപനായിരുന്നു ആവിർഭവിക്കലുണ്ടായി. ആ അജിതാവതാരം ഉണ്ടായതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ പാലാഴി മഥനം വേണ്ട പോലെ ആയത്. ശിശുഗംഗമ്മ തന്നെ അവിടെ പറയുന്നു, ഭഗവാൻ വന്നതോടുകൂടി ഒക്കെ വേണ്ട പോലെ ആയിരുന്നു. നമ്മളൊക്കെ ശ്രമിക്കില്ലേ വേണ്ട പോലെ ആവണട്ടോ, എല്ലാവരോടും പറയും ഒക്കെ വേണ്ട പോലെ ആക്കണട്ടോ ഒക്കെ പറയുന്നു. ഇതൊന്നും കാര്യമില്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ വേണ്ട പോലെയാവും, അല്ലെങ്കിലോ ഒക്കെ വേണ്ടാത്ത പോലെയാവും. മാത്രമല്ല വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. എല്ലാം അവിടെയായിട്ട് ഭഗവാനെ കൂടെ നിർത്തിയില്ലെങ്കിൽ, ഭഗവാനെ സ്വീകരിച്ചില്ലെങ്കിൽ, നല്ലതിനു വേണ്ടി പുറപ്പെട്ടാൽ പോലും നിൽക്കുന്നുണ്ടാവും, അപകടമായിട്ട് തീരും. കാരണം എന്താ, ഭഗവാനെ മറന്നാൽ. ഭഗവാനെ മറക്കാതിരിക്കുക. ഇവിടെ ദേവന്മാരെപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കണേ. ഭഗവാനെ മറന്നുകൊണ്ടൊരു നിമിഷം പോലും അവർക്കില്ല. അസുരന്മാര് ചില സമയത്തൊക്കെ ഭഗവാനെ കാണുന്നുണ്ട്. ഭഗവാനിലേക്കുള്ള ഭക്തിയൊന്നും അസുരന്മാർക്ക് ഉണ്ടാവണമെന്നില്ല. എന്നാലും അവര് ദേവന്മാരോടുള്ള ഒരു കരാറനുസരിച്ച് ഭഗവാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് പിന്നെന്താ വെച്ചാൽ അമൃത് കിട്ടൂലോ. അമൃത് മാത്രമല്ല, ഇവിടുന്ന് എന്തൊക്കെ കിട്ടി അതൊക്കെ എല്ലാവർക്കും വേണ്ട പോലെ വീതിച്ച് തരാമെന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കരാറുണ്ട്. അതൊക്കെ അത് നോക്കിക്കൊണ്ട് അസുരന്മാര് അവിടെ ഞങ്ങളുണ്ട്, ഇടയ്ക്കൊക്കെ പോകും, ഇടയ്ക്ക് വരും. ഇങ്ങനെയുള്ള ആസുരന്മാരുടെ അവസ്ഥ. അങ്ങനത്തെ അജിതാവതാര സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതിഗംഭീരമായിട്ട് മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാളകൂട വിഷം ഉയർന്നു വരുന്നതായിട്ടുള്ള സമയം. കാഴിയിൽ നിന്ന് ഉയർന്നുവന്നതായിട്ടുള്ള കാളകൂടത്തെ അത് കണ്ടതോടുകൂടി ലോകരെല്ലാവരും ബ്രഹ്മാദി ദേവന്മാരടക്കം എന്ത് ചെയ്തു, ഭയപ്പെടലുണ്ടായിരുന്നു. ബ്രഹ്മാദികൾക്ക് പോലും ഭയമുണ്ടായി. അവരെല്ലാവരും കൂടി അഹോ ദേവ മഹാദേവ, സാക്ഷാൽ ശ്രീമഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് കൈലാസനാഥനായിരിക്കുന്ന ഭഗവാനെ ആ പാലാഴി തീരത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടി കൊണ്ടുവരാണ്. മഹാദേവനാണെങ്കിൽ അവിടെ എത്തിയവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം എല്ലാവരെയും ഭഗവാനെ കാണാൻ പറ്റിയ ഭഗവാന്റെ അജിതാവതാരമൊക്കെ കണ്ട് മഹാദേവൻ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ് മഹാദേവൻ പാർവതി സമേതനായതുകൊണ്ട് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഈ പാലാഴി തീരത്തിൽ അല്ലെങ്കിൽ ലോകത്തില് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് കണ്ടപ്പോ ഇനി ലോകത്തെ രക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരാളുള്ളത്. അപ്പോഴേക്കും ആ മഹാദേവന്റെ കാരുണ്യം അവിടെ ഉണ്ടാകും. എന്തെന്നില്ലാത്ത കാരുണ്യത്തോടുകൂടി പ്രജാനാം സ്വസ്തിരസ്തുമേ, എല്ലാവർക്കും സകല ലോകത്തിനും നന്മയുണ്ടാവട്ടെ, മംഗളമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, അതിനുവേണ്ടി എല്ലാവരുടെ ഭയത്തെ ഇല്ലാതെയായിക്കൊണ്ട് പാർവതീ ദേവിയോട് ഒന്നിങ്ങനെ പറഞ്ഞു എന്നാണ്. ആ പരാഴിയിൽ നിന്ന് ഉയർന്നു വന്നതായിട്ട് കാളകൂടത്തെ സ്വീകരിക്കാൻ പോവാണ്. ഭവാനി അനുമോദതാം, പാർവതീ ദേവി അതിനെ അനുകൂലിച്ചുകൊണ്ട്. പാർവതീ ദേവിക്ക് അറിയാം മഹാദേവനല്ലാതെ കണ്ട് ഇത് മറ്റൊരാൾക്ക് സാധിക്കുന്നതല്ല. മഹാദേവൻ ആ പാർവതീ ദേവിയോടുകൂടി തന്നെ ആ കാളകൂട വിഷത്തെ, അതും ഭഗവത് പ്രസാദം എന്നുള്ള രീതിയിലാണ്. കാരണം പാലാഴിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ ഇവിടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചിരിക്കുന്ന പാലാഴി മഠത്തിൽ എന്തൊക്കെയാണോ ഇവിടെ ലഭിക്കുന്നത് അതൊക്കെ ഭഗവാന്റെ പ്രസാദം തന്നെയല്ല. ആ രീതിയിലാണ് മഹാദേവൻ അതിനെ സ്വീകരിക്കുന്നുണ്ടായത്. ഭഗവാനെ അങ്ങനെ നോക്കി തന്റെ കൈകളിൽ സ്വീകരിച്ചതായിട്ട് കാളകൂടത്തെ പാനം ചെയ്തു.
കലതലീകൃത്യ വ്യാപി ഹലാഹലം വിഷം അപക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. കാരണം മഹാദേവനറിയാം ഈ കാളകൂട വിഷം ഒരു ലേശം മതി ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മമായിട്ട് തീരാൻ. എന്നാൽ യാതൊരു സങ്കോചവുമില്ലാതെ മഹാദേവൻ അതിനെ സ്വീകരിക്കലും തൻ്റെ കണ്ഠത്തിലായിക്കൊണ്ട് അതിനെ അഹങ്കാരമായി സ്വീകരിച്ചു എന്നാണ്. അപ്പോഴേക്ക് ഭഗവാന്റെ ആ കഴുത്തിലായിക്കൊണ്ട് ഒരു നീലമണി ശോഭിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ കല്ലു വേണോ നീല നീലം കോലും നല്ല കല്ലു വേണോ മല്ലവൈരി പേരോരുന്ന കല്ലു വേണമോ. ഇതിങ്ങനെ ആ നീലക്കല്ലിനെ വേണോ എന്ന് ചോദിച്ച് പാടി നടക്കുന്നത് പോലെയായി പിന്നീട് നീലകണ്ഠനായി ആ നീലമണിവർണ്ണനെ തന്റെ കഴുത്തിൽ ധരിക്കുന്നതായിട്ട്. അത് എന്തായിരുന്നു? കാളകൂട വിഷമായിരുന്നുവെങ്കിൽ ആ കാളകൂട വിഷം തച്ച സാധോർ വിഭൂഷണം. മഹാദേവന്റെ കഴുത്തില് ഒരു നീല നല്ല ഭംഗിയുണ്ടല്ലോ. എവിടുന്നാ വാങ്ങിയത്? നല്ലൊരു നല്ല നീല നിറത്തിലുള്ള നല്ലൊരു അല്ലേ ഒരു പതക്കം. നല്ല പതക്കം നമ്മുടെ അച്ഛൻ പതക്കം കഴിയുന്ന പോലെ കഥ കഴിഞ്ഞ് കിടക്കുണ്ടാവും. മഹാദേവന്റെ കഴുത്തിലാവുകൊണ്ട് അതൊരു പതക്കമായിട്ടൊരു നീലമണി കല്ലായിക്കൊണ്ട് നീലക്കല്ലായിക്കൊണ്ട് കല്ലു വേണോ നീല നീളം കോലും നല്ല കല്ലു വേണോ നല്ല വൈവിധ്യേരോലുന്ന കല്ലു വേണമോ. അപ്പൊ ആ നീലക്കല്ലായി ആ നീലകണ്ഠനായിട്ട് ത്യാഗരാജനായി ശ്രീമഹാദേവൻ കണ്ഠത്തിൽ ശോഭിക്കുന്നതായിട്ട് വരുന്നു കാളകൂട വിഷം പോലും. ആ കാളകൂട വിഷത്തെ പോലും ഭഗവത് സ്വരൂപമാക്കി തീർക്കാൻ അത് മഹാദേവന് സാധിച്ചു. അങ്ങനെയുള്ള മഹാദേവൻ എല്ലാവരെയും ഗ്രഹിച്ചുകൊണ്ട് ആ ശിവരാത്രിയിൽ ഇന്നും നമ്മള് മഹാദേവനെ അല്ലെ ആ കാളകൂട വിഷപാനം ചെയ്ത് ലോകത്തെ ഗ്രഹിച്ച ലീലയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കാളകൂട വിഷ സ്വഭാവങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഈർഷ്യ അപമാനം ചുൽവിവാസാദി വ്യാധി ജന്മ ജരാ മരണാദികളെ മുഴുവൻ വ്യാധിയാക്കാനായിക്കൊണ്ട് ഓം നമഃ ശിവായ ആ ശിവമന്ത്രത്തെ ജപിച്ചുകൊണ്ട് ശിവരാത്രിയിൽ നിന്നും നമ്മുടെ മഹാദേവനെ കണയുന്നവരപ്പനെ ഇവിടെ പ്രധാനമായിട്ടും ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മഹാദേവനെ ഈ സന്നിധിയിലും ജഗദംബികയോടുകൂടി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലമണ്ഡനായിരിക്കുന്ന മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് പിന്നീടും അതിഗംഭീരമായിട്ടുള്ള ആ പാരായണപഥനം തുറന്നപ്പോഴാണ് അതിവിശിഷ്ടമായിരിക്കുന്ന വസ്തുക്കളൊക്കെ വന്ന് അതൊക്കെ ഓരോരുത്തരും സ്വീകരിച്ചു. പിന്നെയാണ് അതിഗംഭീരമായിട്ട് സാക്ഷാൽ ഐശ്വര്യം തന്നെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഭഗവൽപര. അവിടെ തന്നെ പറഞ്ഞു ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള ആ സർവ ഐശ്വര്യങ്ങളുമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടി മഹാലക്ഷ്മി ദേവി. എല്ലാവരും തയ്യാറായി കല്യാണം കഴിക്കാനൊക്കെ ആലോചിച്ച് നോക്കി എന്തൊരു വിട്ടിത്താലേ. ഇന്നും അതെ എത്ര വലിയ നാടുള്ള ആളുകാരും വേണ്ടില്ല വന്നോളൂട്ടോ വേണ്ടിയിരുന്നില്ല എന്ന് പറയണ്ട. മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാലേ വേണ്ടിയിരുന്നില്ല എന്നാ പറയാം. അതെ വേണ്ടിയിരുന്നില്ല പിന്നെ തന്നെ കൈ നീട്ടിയപ്പോൾ ഒരു സ്വഭാവമായിട്ട് മാറി. അപ്പോ ഇവിടെ ആ കൈ നീട്ടിയ ആൾക്കാരൊക്കെ മുമ്പ് കൂടെ പോയി. അവസാനം കൈ നീട്ടാതെ ഒരാള് സുമംഗള കഷ്ടനകാംക്ഷതേ കൈ നീട്ടാണ്ട് ഇതൊന്നും നോക്കാതെ ഒരാളുണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി ഒരു ആ പാലാഴി ഭാഗത്ത് ഇരുന്നതായിട്ട് ഭഗവാന്റെ കഴുത്തില് ശിവനാരായണനായിരിക്കുന്ന ആ ഭഗവാന്റെ തൃക്കഴുത്തിനായിക്കൊണ്ട് ലക്ഷ്മി ദേവി തന്റെ ആ വർണ്ണമാല്യങ്ങൾ സമർപ്പിച്ചപ്പോൾ ഭഗവാനിലേക്ക് സ്വയം ആത്മസമർപ്പണം ചെയ്തതോടുകൂടി അല്ലേ രമാം ഭഗവൽ പരാം ആ ജഗദംബികയെ സാക്ഷാൽ ശ്രീമഹാലക്ഷ്മിയായിരിക്കുന്ന ജഗദംബികയെ ഭഗവാൻ കൈപിടിച്ച് തന്റെ ഹൃദയസ്ഥാനത്തായിക്കൊണ്ട് തന്നെ സ്വീകരിക്കുകയുണ്ടായി. ആ മഹാലക്ഷ്മി ദേവി ലക്ഷ്മി നാരായണ സ്വരൂപികളായിരുന്ന ലോകത്തിന് ദർശനം നൽകിയതായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതിനും ഈ ഒരു 30 വെള്ളിയാഴ്ച ദിവസം തന്നെ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അമൃതത്വത്തിലേക്ക് എന്നുള്ള ലക്ഷ്യമാണ് ജീവിതത്തിലുള്ളതെങ്കിലും നമുക്കും ജീവിതം ശ്രേഷ്ഠമായിട്ട് തീരണമെങ്കിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരു ധനം മാത്രമല്ല. ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. അല്ലേ കാശ് കിട്ടിയാൽ ഉണ്ടാവാത്തവർക്ക് സാധനമേ ഉള്ളൂ. കാശ് കിട്ടിയാൽ മറ്റു പലർക്കും ഉണ്ടാവും. പക്ഷെ കാശ് കിട്ടിയത് എന്തുണ്ടാവില്ല? സുഖം, സന്തോഷം, ആരോഗ്യം ഇതൊന്നും ഉണ്ടാവില്ല. കാശ് കിട്ടിയാലുണ്ടാവില്ല, അവർ പറയും. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ടുള്ള ശ്രീ ആ ഐശ്വര്യം ജീവിതത്തിലെല്ലാം നൽകുന്നതായിട്ടുള്ള ആ പ്രേമഭാവം തന്നെയാണ് ഇവിടെ ലക്ഷ്മി നാരായണ
ജോലികളായിട്ട് ലോകത്തിന് നൽകിയത്. ആ മഹാലക്ഷ്മി ദേവിയാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനോട് കൂടി ശ്രദ്ധിക്കേണ്ടത്. മറ്റെല്ലാം പിന്നെയുള്ളതാണ്. യഥാർത്ഥമായിരിക്കുന്ന ഐശ്വര്യം എന്ത് എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞതിലാണ്. യഥാർത്ഥമായിരിക്കുന്ന ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്കുള്ള പ്രേമം തന്നെയാണ്. ആ പ്രേമം ഉണ്ടെങ്കിൽ മറ്റൊന്നും വിഷയമല്ല. അതില്ലെങ്കിലോ എന്ത് കിട്ടിയാലും ഇല്ലേ, എന്തൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം, എത്ര ധനം ഉണ്ടായിട്ട് എന്താ കാര്യം. എന്നാൽ ഏറ്റവും ശ്രേയസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിൽ സുഖം, സന്തോഷം, ആനന്ദം, ആയുസ്, ആരോഗ്യം ഇതൊക്കെ വേണ്ട പോലെ ഉണ്ടാവാൻ അതിന് പാരായണമഥനം വീണ്ടും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തുടരാൻ കുറച്ച് സമയം വേണ്ടി വന്നതാണ്. കുറച്ച് കാത്ത് അതിഗംഭീരമായിരിക്കുന്ന മഥനമാണ് നടന്നപ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ഫലം, അമൃതമാകുന്ന ഫലത്തെയും ഇതാകൊണ്ട് സാക്ഷാൽ ധന്വന്തരി മൂർത്തി അവിടെ പ്രാദുർഭാവം ചെയ്യണം. സാക്ഷാൽ ധന്വന്തരി ആയുർവേദ പ്രവർത്തക, ആയുർവേദ ദൃഗ്യഭാഗ്, ആയുരാരോഗ്യ സൗഖ്യത്തെ എല്ലാ കളങ്കങ്ങളും ആമയങ്ങളുള്ള കളങ്കങ്ങൾ നമ്മുടെ ഉള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള അല്ലേ കളങ്കങ്ങളുണ്ടോ, ദുഷ്ടഭാവങ്ങളുണ്ടോ, ഇതൊക്കെ ഇല്ലാണ്ടാവണേ. അതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമൃത് എന്ന് പറയാനുള്ള അർഹത പോലും ഉണ്ടാവുള്ളൂ. പറയാൻ തന്നെ അമൃത 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 അമൃത് പഞ്ചവാദ്യം പോലെ ഇരിക്കും. അമൃത 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പോ അമൃത് ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ആ കളങ്കങ്ങളില്ലാതെയായി ആ സർവ ആമയ വിനാശനായിരിക്കുന്ന സാക്ഷാൽ അമൃതസ്വരൂപനായിരിക്കുന്ന ധന്വന്തരി മൂർത്തിയെ ലോകം മുഴുവൻ കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഒരുവിധം എല്ലാവരുടെയും ദുഃഖങ്ങൾ വരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അമൃതകലശവുമായിട്ട് തട്ടിപ്പറച്ചോടിയ അസുരന്മാരുടെ പിന്നാലെ ഭഗവാൻ തന്നെ മോഹിനി സ്വരൂപനായിക്കൊണ്ടും അവരെ മോഹിപ്പിച്ച് ആ അമൃതകലശത്തെ തന്റെ കൈകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദേവന്മാർക്ക് അമൃതം നൽകുകയും എന്നാൽ ഒരിക്കലും അമൃതനെ സ്വീകരിക്കാൻ അർഹത നേടാത്തതായിട്ടുള്ള അസുരന്മാരെ മോഹിപ്പിക്കുകയും ചെയ്തതായിട്ട് ഭഗവാന്റെ ആ അവതാരം, മോഹിനി അവതാരവും അവിടെ വർണ്ണിച്ചു. അമൃത സ്വീകരിച്ചതായിട്ടുള്ള ദേവന്മാരെ തോൽപ്പിക്കാനായിട്ട് അസുരന്മാരെ ശ്രമിച്ചപ്പോൾ അവരെയൊക്കെ വധിക്കലുണ്ടായി. പിന്നീട് ആ അസുരന്മാരെ മൃതസഞ്ജീവനെ കൊണ്ട് ശുക്രാചാര്യം ജീവിപ്പിച്ചു എന്നൊക്കെയുള്ള കഥകളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും പരീക്ഷത്തിനോട് ശിശുക്കൻ മനുഷ്യ പറയാണ്, പരീക്ഷത്തിന്റെ ഒരു ചോദ്യമുണ്ട് അവിടെ, ഫലേ വികൽപ്പ, എന്തുകൊണ്ടാണ് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ പ്രയത്നിച്ചിട്ടും അസുരന്മാർക്ക് കുറ്റം ചാത്തലാണല്ലോ. കുറ്റശ്രീ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുണ്ട്. പുതിയൊരു അവാർഡാണ്. എന്താണ്? കുറ്റം മാത്രം പറയാം. അങ്ങനെയുള്ള ആൾക്കാർ പുതിയൊരു അവാർഡ് കുറ്റശ്രീ കുറ്റം കൊടുക്കുക, ബാക്കിയുള്ള വരശ്രീയുണ്ട്. ഇതിപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ കുറ്റശ്രീ ആവേണ്ട ആവശ്യമില്ല, കുറ്റം പറയേണ്ടതില്ല. കാരണം അസുരന്മാരുടെ ഭാഗത്ത് ഒഴിവില്ലാന്നില്ല. പറഞ്ഞാൽ ആദ്യം കൈ കിട്ടിയതാക്കാം, ആദ്യം നമുക്ക് ആർക്കാൻ കിട്ടിയത് അസുരന്മാരുടെ കയ്യിലാണ്. കയ്യിൽ മൂക്കുന്ന പോലെ കയ്യും ഭാര്യയും തമ്മിൽ വേറെ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസത്തിലാണ്. അതിന്റെ ഇടയ്ക്കാണ് കയ്യിൽ നഷ്ടപ്പെട്ടു പോയത് അല്ലേ? ആ അമൃതകലശത്തിൽ നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ അമൃതനെ എന്തുകൊണ്ടാണ് അസുരന്മാർക്ക് നേടാൻ സാധിക്കാഞ്ഞത്? അത് ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ആ അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കരുത്. കയ്യിൽ കിട്ടിയിട്ടും അല്ലേ, പിന്നെ ഈ പുരുഷാകൃതത്വം കയ്യിൽ കിടച്ചവർ കളഞ്ഞു കുടിച്ചിട്ടല്ലേ എന്ന് പറയാം. നല്ലൊരു മനുഷ്യത്വം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനാണ്? മുകുന്ദന്റെ പദാരവിന്ദം സേവിക്കുവാൻ ശക്തി നിറഞ്ഞു മാത്രം. ഭഗവാന്റെ പദാരവിന്ദങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ മനുഷ്യത്വത്തെ അസുരന്മാരെ പോലെ നശിപ്പിക്കരുതേ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ദേവന്മാരെ പോലെ അല്ലേ അമൃതനെ സ്വീകരിച്ചുകൊണ്ട് അമൃതസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഹൃദയത്തിൽ സ്വീകരിക്കാനാണ് അമൃത മഥനം എന്നുള്ള കഥയിലൂടെ കൂടി നമുക്ക് ഭാഗവതം ശിശുകൻ മഹർഷി പരീക്ഷത്തിന് നൽകുന്നതായിട്ടുള്ള ഭാഗത്ത് നമ്മളിലേക്കും ആ അമൃതനെ നൽകിയിരിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഐശ്വര്യവും അമൃതത്വവും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു കഥ ഓരോ ഉപനിഷത്തുകളുടെയും സാരമുള്ളതാണ് അല്ലേ. അമൃതത്വായ എന്നുള്ള ആ ഭാവത്തെ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കഥ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയായിരിക്കുന്ന ചോറ്റാനിക്കമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരനാഥസ്വാമികൾ എന്നുള്ള എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, എന്നാൽ കേശവേട്ടനിലൂടെ അദ്ദേഹത്തെയും കാണാം. ആ ഗുരു പരമ്പരകളെ മുഴുവൻ നമസ്കരിച്ചുകൊണ്ട് എന്നുള്ള എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിച്ച് സർവ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ലോകത്തിന് മുഴുവൻ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു കഥാഭാഗം എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞത് അമ്മയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ചോറ്റാനിക്കരമ്മയുടെ ഈ സന്നിധിയിൽ ഇരുന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അമ്മ പറയിപ്പിച്ചു. അമ്മ കൊണ്ടുവന്നു പറയിപ്പിച്ചു.
ആ അമ്മയുടെ രാജരാജേശ്വരിയായിരിക്കുന്ന ആ ജഗദംബയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വാക്കുകളെ സമർപ്പിക്കട്ടെ. എല്ലാ സജ്ജനങ്ങളെയും വീണ്ടും നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ടൈം ടേബിളിൽ നോട്ടീസിലത്തെ പോലെ എന്നുള്ളതിൽ നിന്ന് ചില വ്യത്യാസങ്ങളില്ല.